നമ്മുടെ സീരിയൽ ലോകത്ത് 2020 ആണ് മഴ തോരും മുൻപേ എന്ന് പറഞ്ഞ സീരിയൽ. ഒട്ടുമിക്ക എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ. ജോയ്സിയുടെ മഴ തോരും മുൻപേ എന്ന ഒരു നോവൽ തന്നെയാണ് സീരിയലാക്കി എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു കഥയാണെന്നുണ്ടെങ്കിൽ പിന്നെ കാണാൻ ഇൻട്രസ്റ്റ് ആർക്കും ഉണ്ടാവില്ല. പക്ഷേ നോവൽ വായിച്ചവർ തന്നെ വീണ്ടും വീണ്ടും എഡിക്റ്റ് ആയിട്ട് പോകുന്ന ഒരു സീരിയലാണ് കേട്ടോ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന മഴ തോരും മുൻപേ. നോവലിലൂടെ പ്രേക്ഷകർ വായിച്ചറിഞ്ഞ അതേ ക്യാരക്ടേഴ്സ് തന്നെ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ കണ്ട അതേ ക്യാരക്ടേഴ്സിനെ തന്നെ കാസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതൊരു പ്ലസ് പോയിന്റ് ആണ് കേട്ടോ. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലിൽ 13 ദിവസം മുമ്പേ ഒരു സസ്പെൻസിന് തുടക്കം ഇട്ടു ഒരു പ്രോമോയിലൂടെ ഏഷ്യാനെറ്റ്. അതായത് നമ്മുടെ നായകനായിട്ടുള്ള ബാലചന്ദ്രനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള കൊട്ടാരമറ്റത്തിൽ സ്റ്റാൻലി എന്ന ഇതുവരെ പ്രത്യക്ഷപ്പെടാത്തൊരു കഥാപാത്രം വരാൻ പോവുകയാണ്. 13 ദിവസം മുമ്പ് തന്നെ ഒരു പ്രോമോ ഇട്ടപ്പോൾ തന്നെ ഇങ്ങനെ ഡിസ്കഷൻസ് പ്രേക്ഷകർ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന ആളാണ് സ്റ്റാൻലി ആവുന്നത് എന്നൊക്കെ ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പ്രൊമോ ഇട്ട് നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അന്ന് മുതലേ പ്രേക്ഷകർ പറയുന്ന 2 പേരാണ്. ഒന്ന് ആക്ടർ ജയകൃഷ്ണനാണ് കേട്ടോ, നമ്മുടെ മൂവി ആക്ടർ ജയകൃഷ്ണൻ. അദ്ദേഹം വളരെ നല്ലൊരു ഒരു നല്ല പോലീസ് അല്ലെങ്കിൽ പട്ടാളം ആ ലുക്കിനൊക്കെ പറ്റിയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ജയകൃഷ്ണനാണ് സ്റ്റാൻലി ആവുന്നതെന്ന് അന്ന് മുതൽ ആ പ്രൊമോ കണ്ടിടം മുതൽ പ്രേക്ഷകർ പറയുവാണ് കേട്ടോ. രണ്ടാമത് പറയുന്നത് ഷിജു എന്ന് പറഞ്ഞ ആക്ടറാണ്. നമുക്കറിയാം അഖിലേ എന്ന് പറഞ്ഞ സീരിയലിലെ ഹീറോ ആണ് കേട്ടോ. അപ്പോൾ ഷിജുവും ജയകൃഷ്ണനുമാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന സ്റ്റാൻലി ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ജയകൃഷ്ണനായാലും ഷിജു ആയാലും സ്റ്റാൻലി എന്ന് പറഞ്ഞ ക്യാരക്ടർ അവരുടെ കയ്യിൽ ഭദ്രമായിരിക്കും. കാരണം 2 പേരും നല്ല വെൽ ഡിസേർവ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. അപ്പോൾ എൻ്റെ സംശയം, ഞാൻ ആരെയാണ് പ്രിഫർ ചെയ്യുന്നത്, ആരായിരിക്കും എന്ന് ഞാൻ പറയാം. അപ്പോൾ വീഡിയോ ഫുള്ളൊന്ന് കേട്ട് നോക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അലീന എന്ന ക്യാരക്ടറിൻ്റെ വളർത്തച്ഛനും യഥാർത്ഥ അച്ഛനുമാണ് സംഗമിക്കാൻ പോകുന്നത്. അപ്പോൾ ജയകൃഷ്ണൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, 22 കിലോ വെയിറ്റ് ഒക്കെ കുറച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര്, ഏകദേശം 90% പേരും സ്റ്റാൻലി അല്ലേന്ന് ചോദിച്ചിട്ടിന് ജയകൃഷ്ണൻ ഒന്നും കമൻറ്റ് കൊടുത്തിട്ടില്ല, പക്ഷേ ലൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇത് ജയകൃഷ്ണനായിട്ട് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ആക്ടർ ഷിജു തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഷിജുവിൻ്റെ ഇൻസ്റ്റ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ ഏഷ്യാനെറ്റിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജയകൃഷ്ണ ഫോളോ ചെയ്യുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു ചാനൽ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചാൽ ആ ചാനൽ നമ്മൾ ഫോളോ ചെയ്യും. ആക്ച്വലി ഷിജു ബിഗ് ബോസിലൊക്കെ ഉള്ള ടൈമിൽ ഫോളോ ചെയ്താണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഈ ഫേസ് ഭയങ്കരമായിട്ട് ഷിജുവായിട്ട് സിമിലാരിറ്റി തോന്നുന്നു കേട്ടോ. കാരണം എനിക്ക് ഷിജുവിനെ പോലെയാണ് ഈ പ്രൊമോ കണ്ടപ്പോഴേ തോന്നിയത്. അപ്പോൾ എൻ്റെ ആ ഒരു തോന്നൽ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ജെമിനിയോട് ഈ ഒരു ഫോട്ടോ ഒന്ന് എൻഹാൻസ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജെമിനി എൻഹാൻസ് ചെയ്ത് തന്ന ഫോട്ടോയാണിത് കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇത് ഷിജു തന്നെയാണ്. ആ പ്രൊമോയിൽ കാണിച്ച ആൾ ഷിജു ആണ്. നമുക്ക് കറക്റ്റ് ഷിജുവിനെ പോലെ ഇല്ലേ? അപ്പോൾ ഷിജു ആണെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇത്രയും നാളത്തെ വെയിറ്റ് നാളെ തീരുവാണ്. സ്റ്റാൻലി ഉറപ്പായിട്ട് നാളെ വരും എന്ന് ഏഷ്യാൻ്റെ ഒരു പ്രോമോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നാളെ അറിയാം ആരാണ്, ഷിജു ആണോ ജയകൃഷ്ണനാണ്. പക്ഷേ ഞാൻ 100% പറയും ഷിജു ആണെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.